വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിലിം ഫീൽഡിൽ ആക്രമിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ അനുഭവിച്ച സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോസിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആക്രമിച്ചത് ആരൊക്കെയാണെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് ആൾക്കാരൊക്കെയാണ്, നടന്മാരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് യുവൻ നടന്മാരടക്കം ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ വലിയ എന്താ പറയുക, അതിശയമൊന്നുമില്ല. കാരണം ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നാണല്ലോ. പക്ഷെ ചന്ദനമല്ല ചാരിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആക്രമിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അവർക്കൊന്നും എന്താ പറയുക, മുന്നോട്ട് വരാനോ അവരുടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാനോ ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഫിലിം ഫീൽഡിൽ ഒരുപാട് പേര് ഇതിന് ഇരയായിട്ടുണ്ടെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. പക്ഷെ ഇതിനൊക്കെ എന്താ പറയുക, ഒരു നടപടി അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ശിക്ഷ, അത് ആക്രമിക്കാൻ ശ്രമിച്ചവർ ഇനി ഒരിക്കലും ഇത് തുടർന്നു പോകാൻ ചാൻസ് ഇല്ല. കാരണം അവർ സോഷ്യൽ മീഡിയയിലൂടെ നാറിയും കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ നാറി തന്നെ പറയാം. അപ്പോൾ ഇവർക്കും ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. ഇനി ഒരിക്കലും അവരതിനെ മുതിരില്ല എന്ന് ഈ ഒരു 2-3 ആഴ്ച കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും സിനിമയിലേക്ക് വരാനുള്ള ആൾക്കാരുടെ ചാൻസ് കൂട്ടാൻ ഇതിൽ സാധ്യമാവും ഇതിലൂടെ. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ അമ്മ എന്നുള്ള സംഘടനയിലെ അംഗമാണെന്നുണ്ടെങ്കിൽ അതിലുള്ള സംവിധായകന്മാരുടെ കൂടെ അതുപോലെ അതിലുള്ള നടന്മാരുടെയൊക്കെ കൂടെ കിടക്ക പങ്കിടണം എന്നുള്ളൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നത്രേ. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് നിയമപരമായിട്ട് ഓരോ എന്താ പറയുക മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള ശിക്ഷകൾ കിട്ടാനൊക്കെ എന്തായാലും ടൈം പിടിക്കും. ഇനി അത് ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. പക്ഷെ ജനങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിന് കാരണമായിട്ടുള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഓരോ ഇരകളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അനുഭവിച്ച ഓരോരുത്തരായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഓപ്പണായിട്ട് പറയാൻ കാണിക്കുന്ന ധൈര്യത്തിന് നമ്മളൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ ഇനി ഒരിക്കലും ഒരു സ്ത്രീയും ഒരിക്കലും ഏതൊരു ഇപ്പോൾ തൊഴിലായാലും മൊത്തത്തിൽ അവഗണിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ വഴികളും തുറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇതിന് മുൻകൈ എടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് സത്യങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. അതിൽ അവർക്ക് ബിഗ് സല്യൂട്ട് വീണ്ടും കൊടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.